വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിൽ ഇന്ത്യ എന്ന ഭാഗമാണ്. ഈ ഒരു ക്ലാസ്സിൽ ഇന്ത്യ വിവിധ മേഖലയിൽ കൈവരിച്ച, അതായത് കലാ സാംസ്കാരിക മേഖല, കായിക മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖല, ഇന്ത്യയിലെ വിവിധ പ്രധാനപ്പെട്ട നിയമനങ്ങൾ തുടങ്ങിയ ഇന്ത്യ ഉത്തരമായി വരുന്ന, അതായത് സംസ്ഥാനങ്ങൾ ഉത്തരമായി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇന്ത്യ എന്ന ഭാഗം മുഴുവനും നമ്മൾ വരും ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് ചെയ്യും. ശേഷം നമ്മൾ കേരളത്തിലേക്ക് കടക്കും. കേരളത്തിലെ ജില്ലകൾ ഉത്തരം വരുന്നവ, കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ, നിയമനങ്ങൾ, കാര്യങ്ങളെല്ലാം നമ്മൾ ആ ക്ലാസ്സുകളിലൂടെ പഠിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇന്ത്യ എന്ന ഭാഗം പഠിക്കാം. നമുക്ക് 23 കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? നമ്മൾ ഈ ഒരു LD ക്ലർക്ക് എക്സാംസ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് 23 കറണ്ട് അഫയേഴ്സ് ധാരാളം കടന്നു വരുന്നുണ്ട്. അതായത് PSC ഒരു 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ട് ഒരു 10-12 മാർക്കിനൊക്കെ ചോദിക്കുന്നുള്ളൂ. എന്നാൽ പോലും അതിൽ ഒരു 3-4 മാർക്ക് 2023 കറണ്ട് അഫയേഴ്സ് കടന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടല്ലേ. അപ്പൊ നമുക്ക് 2023 കറണ്ട് അഫയേഴ്സ് തുടർന്ന് വരുന്ന പരീക്ഷകൾക്കും പഠിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 23 കറണ്ട് അഫയേഴ്സ്, ഇന്ത്യ, കേരളം, അങ്ങനെ മുഴുവനായിട്ട് എടുത്തു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നമുക്ക് വിവിധ ടോപ്പിക്കുകൾ കൊണ്ടുവരാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ഒപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ആത്മാർത്ഥമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രസാർ ഭാരതിയുടെ കീഴിലുള്ള റേഡിയോ സർവീസിനെ ഓൾ ഇന്ത്യ റേഡിയോ എന്നതിന് പകരം ഏത് പേരിൽ മാത്രം വിളിക്കാനാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം 2023 മെയ്യിൽ തീരുമാനിച്ചത്? ആകാശവാണി. അപ്പോൾ ഇനി മുതൽ ഓൾ ഇന്ത്യ റേഡിയോ അറിയപ്പെടുന്ന പേരാണ് ആകാശവാണി. അപ്പോൾ ഈ ഓൾ ഇന്ത്യ റേഡിയോ ഇനി മുതൽ ആകാശവാണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2023 പുറത്തുവിട്ട ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക എന്ന് പറഞ്ഞാൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. അതിൽ 2023 ഇന്ത്യയുടെ സ്ഥാനം 161 ആണ്. 161. അപ്പൊ 2024 2 സ്ഥാനം നമ്മൾ മെച്ചപ്പെടുത്തി 159 സ്ഥാനത്താണ്. 2024 159 ഒപ്പം 2023 161 സ്ഥാനമാണ്. അടുത്ത ചോദ്യം, തെലങ്കാനയുടെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? തെലങ്കാനയുടെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേരാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെക്കാൻ കാകതീയ വാസ്തുവിദ്യയിൽ 600 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 7 നില മന്ദിരം ഏത് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് ആണ്? അതായത് തെലങ്കാനയുടെയാണ്. അപ്പൊ തെലങ്കാനയുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഈ പറഞ്ഞ അംബേദ്കറുടെ പേര് നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2023 മെയ്യിൽ ഇന്ത്യയുടെ പുതിയ ആണവോർജ കമ്മീഷൻ ചെയർമാൻ ആയി നിയമിതനായതാരാണ്? ഡോക്ടർ അജിത് കുമാർ മൊഹന്തിയാണ്. അജിത് കുമാർ മൊഹന്തിയാണ് ഇന്ത്യയുടെ പുതിയ ആണവോർജ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യം, 2023 മെയ്യിൽ അന്തരിച്ച കാരേക്കുടി R മണി, പേരോർത്ത് വെച്ചോളൂ, കാരേക്കുടി R മണി ഏത് വാദ്യോപകരണത്തിലെ കുലപതിയായിരുന്നു? ഉത്തരം മൃദംഗമാണ്. ഇപ്പൊ കാരേക്കുടി R മണി, ആ മണി എന്നുള്ള പേരത്തിന് നമുക്ക് ആ വെച്ചിട്ട് നമുക്ക് മൃദംഗം എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അടുത്ത ചോദ്യം, 2023 മെയ്യിൽ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ. ഒപ്പം തന്നെ ഓർത്തു വെച്ചോളൂ, കർണാടകയുടെ പുതിയ ഉപമുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. ഒപ്പം കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ, കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ 47ാമത് ഉപമേധാവിയായി 2023 ചുമതലയേറ്റത് അശുതോഷ് ദീക്ഷിത്താണ് എന്ത്? ഇന്ത്യൻ വ്യോമസേനയുടെ 47ാമത് ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? രവനീത് കൗറാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, 2023 മെയ്യിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് CBIയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് പ്രവീൺ സൂദാണ്. PSC കുറെ വട്ടം ചോദിച്ചു കഴിഞ്ഞു, അല്ലെ? അടുത്ത ചോദ്യം, ലഹരി മരുന്നുകൾ അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുന്നത് തടയാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. അപ്പം നമുക്കറിയാം, ഈ ലഹരി മരുന്നുകളൊക്കെ സമുദ്രം വഴിയാണ് രാജ്യത്തേക്ക് എത്തുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പം ആ സമുദ്രം വഴിയുള്ള അനധികൃതമായിട്ടുള്ള ഈ ലഹരി മരുന്നിന്റെ കടന്നുവരവ് അത് തടയാൻ വേണ്ടി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ദൗത്യമാണ് എന്ത്? ഓപ്പറേഷൻ സമുദ്രഗുപ്ത.
അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ്, ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് എന്ന സംഘടന ലോക പൈതൃക പട്ടികയിലേക്ക് ശുപാർശ ചെയ്ത ഇന്ത്യയിലെ സാംസ്കാരിക സ്ഥാപനമാണ് ശാന്തി നികേതൻ. ശാന്തി നികേതൻ എന്താണ്? ഇന്ത്യയിലെ 41ാമത്തെ ലോക പൈതൃക ഇടമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം പ്രവർത്തന സജ്ജമായത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ അഞ്ചിഗഡ്. ജമ്മു കാശ്മീരിലെ അഞ്ചിഖണ്ഡിലാണ് എന്ത്? ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയാണ് ലോക് മാജേ സംഗതി? ലോക് മാജേ സംഗതി എന്നത് ശരത് പവാറിന്റെ ആത്മകഥയാണ്. ലോക് മാജേ സംഗതി എന്നത് ശരത് പവാറിന്റെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയുടെ പുതിയ ചെയർമാൻ ആര്? LICയുടെ പുതിയ ചെയർമാനാണ് സിദ്ധാർത്ഥ മൊഹന്തി. സിദ്ധാർത്ഥ മൊഹന്തിയാണ് LICയുടെ പുതിയ ചെയർമാൻ. അപ്പൊ ഈ ചോദ്യം കണ്ടപ്പോൾ നമ്മൾ ഈ മൊഹന്തി എന്ന് പറഞ്ഞത് എവിടെയോ കണ്ടല്ലേ? മൊഹന്തി എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ, ഇന്ത്യയുടെ ആണവോർജ കമ്മീഷൻ ചെയർമാന്റെ പേര് എന്താണ്? ഒരു മൊഹന്തിയാണ്. എന്താണ് പേര്? അജിത് കുമാർ മൊഹന്തി എന്നാണ് അല്ലെ? അജിത് കുമാർ മൊഹന്തി. ഇപ്പൊ വായിച്ച എന്താണ്? LICയുടെ ചെയർമാൻ ആരാണ്? LICയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല, ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാലയാണ് യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി. ഇതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. PSC പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. എങ്ങനെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാലയായിട്ടുള്ള യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കും. ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയ്ക്ക് വളരെ പ്രയോറിറ്റി കൊടുത്ത് PSC പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് പരീക്ഷയ്ക്ക് മഹാരാഷ്ട്ര ഉത്തരമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല എന്താണ് പേര്? യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. 2023 മെയ്യിൽ കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജുവിനെ ഏത് മന്ത്രാലയത്തിന്റെ ചുമതലയിലേക്കാണ് മാറ്റി നിയമിച്ചത്? അപ്പൊ ഈ ഒരു ചോദ്യം ഭൗമശാസ്ത്ര മന്ത്രാലയം. ഈ രണ്ട് ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തിയില്ല. കാര്യം എന്താ? 2024 ജൂലൈയിൽ മന്ത്രിസഭ മാറിയിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. അടുത്ത ചോദ്യം, ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ഡി ലാ ലെജിയൻ, ഷെവലിയാർ ഡി ലാ ലെജിയൻ പുരസ്കാരം 2023 നേടിയ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ, ടാറ്റ ഗ്രൂപ്പ് ചെയർമാനാണ് ചന്ദ്രശേഖരനാണ് ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ഡി ലാ ലെജിയൻ പുരസ്കാരം കിട്ടിയത്. ആർക്കാണ്? ചന്ദ്രശേഖരൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ രാത്രി സഫാരി പാർക്ക് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? കുക്രൈൽ സുവോളജിക്കൽ ഗാർഡൻ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. പരീക്ഷയ്ക്ക് ഒരിക്കലും കുക്രൈൽ സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല. പരീക്ഷ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും അല്ലെ? രാജ്യത്തെ ആദ്യത്തെ രാത്രി സഫാരി പാർക്കായിട്ടുള്ള കുക്രൈൽ സുവോളജിക്കൽ ഗാർഡൻ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കും. ഉത്തരം ഉത്തർപ്രദേശിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കരസേനയുടെ വജ്രകോറിന്റെ കമാൻഡറായിട്ട് 2023 മെയ്യിൽ ചുമതലയേറ്റ മലയാളി ആരാണ്? ജസ്റ്റിസ് ലഫ്റ്റനന്റ് ജനറൽ വിജയ് ബി നായരാണ്. എന്താണ് വിജയ് ബി നായരുടെ പ്രത്യേകത? ഇന്ത്യൻ കരസേനയുടെ വജ്രകോറിന്റെ കമാൻഡറായിട്ട് 2023 മെയ്യിൽ ചുമതലയേറ്റ മലയാളിയാണ് ജനറൽ വിജയ് ബി നായർ. ജപ്പാനിലെ ഹിരോഷിമയിലെ മൊട്ടയാസു നദിക്കരയിൽ ഏത് ദേശീയ നേതാവിന്റെ വെങ്കല പ്രതിമയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം ഗാന്ധിജിയുടെയാണ്. എവിടെയാണ്? ജപ്പാനിലെ ഹിരോഷിമയിലെ മൊട്ടയാസു നദിക്കരയിൽ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആരുടെ പ്രതിമയാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ 31ാമത്തെ ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചതാണ്. മനോജ് സോണി കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന ദ ക്രൂക്ക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എസേസ് ഓൺ എ റിപ്പബ്ലിക് ഇൻ ക്രൈസിസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഡോക്ടർ പറക്കാല പ്രഭാകർ. അടുത്ത ചോദ്യം, 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വികസിത നഗരങ്ങളിലെ ജനസംഖ്യ കുറയ്ക്കുന്നതിനായിട്ട് എത്ര പുതിയ നഗരങ്ങൾ സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? 8 പുതിയ നഗരങ്ങൾ. എന്താ കാര്യം? വികസിത നഗരങ്ങളിലെ ജനസംഖ്യ കുറയ്ക്കണം. അല്ലെ, അവിടെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് പുതിയ 8 നഗരങ്ങൾ കൂടെ സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ ജനസംഖ്യ കുറയ്ക്കുന്നു. ആരാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്? അങ്ങനെ ചെയ്യണമെന്ന് 15ാം ധനകാര്യ കമ്മീഷൻ.
അടുത്ത ചോദ്യം 2023 മെയ്യിലെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ചുമതലയേറ്റ മലയാളിയാണ് ജസ്റ്റിസ് KV വിശ്വനാഥൻ. ഇത് ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞല്ലേ. സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റ മലയാളി ആരാണ്? KV വിശ്വനാഥൻ. 2023 ജൂൺ 2, ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 ജൂൺ 2 വൈകിട്ട് 3 തീവണ്ടികൾ കൂട്ടിമുട്ടി 296 പേര് മരിച്ചത് എവിടെയാണ്? ഒഡീഷയിലെ ബാലസോർ തീവണ്ടി അപകടം നമ്മളെല്ലാം വാർത്തയിൽ കണ്ടതാണ് അല്ലെ. ഒഡീഷയിലെ ബാലസോറിലെ ബഹനാഗ ബസാർ സ്റ്റേഷനിലാണ് ഈ അപകടം ഉണ്ടായത്. ബാലസോർ തീവണ്ടി അപകടത്തിൽപ്പെട്ട യാത്രാ തീവണ്ടികൾ ഏതെല്ലാമാണ്? യാത്രാ തീവണ്ടികൾ ഏതൊക്കെയാണ്? ഷാലിമാർ ചെന്നൈ കൊറമണ്ഡൽ എക്സ്പ്രസ്, അതുപോലെ തന്നെ ബാംഗ്ലൂരു ഹൗറ എക്സ്പ്രസ്. ഷാലിമാർ ചെന്നൈ കൊറമണ്ഡൽ എക്സ്പ്രസ്, ഒപ്പം തന്നെ ബാംഗ്ലൂരു ഹൗറ എക്സ്പ്രസ്. ഇവരുടെ കൂടെ ഒരു ഗുഡ്സ് ട്രെയിനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 ട്രെയിനാണ് കൂട്ടിയിടിച്ചത്. അടുത്ത ചോദ്യം 2023 മെയ്യിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് 2023 മെയ്യിൽ ചുമതലയേറ്റത്. അടുത്ത ചോദ്യം 2023 മെയ് 29 വിക്ഷേപിച്ച ഇന്ത്യയുടെ രണ്ടാം തലമുറ ഗതിനിർണയ ഉപഗ്രഹം അതായത് നാവിഗേഷൻ സാറ്റലൈറ്റ് എന്താണ് പേര് കൊടുത്തിരിക്കുന്നത്? NVS 01 ആണ് ഇന്ത്യയുടെ രണ്ടാം തലമുറ ഗതിനിർണയ ഉപഗ്രഹം. ഇത് 2023 മെയ് 29 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം പ്രവർത്തന സജ്ജമായ രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം ഏത്? ഏതാണ്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ MTHL ആണ് പ്രവർത്തന സജ്ജമായ രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം. അടുത്ത ചോദ്യം 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബിപ്പർജോയ്. ബിപ്പർജോയ്ക്ക് പേര് നൽകിയ രാഷ്ട്രമാണ് ബംഗ്ലാദേശ്. അപ്പൊ ബംഗ്ലാദേശാണ് ബിപ്പർജോയ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. അടുത്ത ചോദ്യം രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടെത്തുവാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2022-23 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ ഓവറോൾ 1ാം സ്ഥാനം നേടിയ സ്ഥാപനമാണ് IIT മദ്രാസ്. അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്തെ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയാണ്? ശക്തി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് കർണാടകയാണ് ഉത്തരം. അടുത്ത ചോദ്യം 2023 100ാം വാർഷികം ആഘോഷിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലെ സ്ഥാപനമാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIB ആണ് 2023 100ാം വാർഷികം ആഘോഷിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലെ സ്ഥാപനം. അടുത്ത ചോദ്യം ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കേരളം. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം രാജ്യത്തെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോയുടെ മേധാവിയായി നിയമിതനായത് രവി സിൻഹ. അപ്പൊ റോയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിനിധിക്കുന്ന വിദേശ രഹസ്യാന്വേഷണ ഏജൻസി അല്ലെ. അപ്പൊ റോയുടെ മേധാവി ആരാണ്? രവി സിൻഹ. ആ റോയുടെ രായിൽ തന്നെ ഉണ്ടല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ഓർത്തൂടെ റോയുടെ മേധാവി ആരാണ്? രവി സിൻഹയാണ്. അടുത്ത ചോദ്യം പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജീവിച്ച തീൻ മൂർത്തി ഭവനിലെ നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറി. ഇതിന്റെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. അപ്പൊ നെഹ്റു ജീവിച്ച തീൻ മൂർത്തി ഭവനിലെ നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി. ഭാരതീയ റിസർവ് ബാങ്കിൽ ഡെപ്യൂട്ടി ഗവർണറായി 2023 ജൂണിൽ നിയമിതനായതാരാണ്? സ്വാമിനാഥൻ ജാനകിരാമൻ. അപ്പം റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് ഇപ്പോൾ? സ്വാമിനാഥൻ ജാനകിരാമൻ. അടുത്ത ചോദ്യം 2023 ജൂണിൽ അന്തരിച്ച പരസ്യ മേഖലയിൽ പ്രമുഖനായ സിൽവസ്റ്റർ ഡാകുൻഹ ഏത് പരസ്യത്തിന്റെ സൃഷ്ടാവ് എന്ന നിലയിലാണ് പ്രസിദ്ധനായത്? അദ്ദേഹമാണ് അമൂൽ ഗേൾ എന്ന പരസ്യത്തിന്റെ സൃഷ്ടാവാണ് ആര്? സിൽവസ്റ്റർ ഡാകുൻഹ. അടുത്ത ചോദ്യം ബ്രിട്ടനിലെ ബർമിംഗ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ഇന്ത്യൻ ഗായകനാണ് ശങ്കർ മഹാദേവൻ. അടുത്ത ചോദ്യം UN ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സിന്റെ ഡയറക്ടറായി നിയമിതനായ
ഇന്ത്യൻ വംശജ ആരാണ്? ആരതി ഹൊല്ലാമൈനി. ആരതി ഹൊല്ലാമൈനി UN ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സിന്റെ ഡയറക്ടറായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ആരതി ഹൊല്ലാമൈനി. അടുത്ത ചോദ്യം, ഏത് രാജ്യവുമായാണ് 2023 ഇന്ത്യ കുടിയേറ്റ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? ഉത്തരം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയുമായിട്ടാണ് ഇന്ത്യ 2023 കുടിയേറ്റ ഉടമ്പടി ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, പ്രതിഭയുള്ള പ്രൊഫഷണലുകളുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യക്ക് വേണ്ടി മാത്രം ഓസ്ട്രേലിയ രൂപം നൽകിയ പദ്ധതിയാണ് മേറ്റ്സ്. എന്താണ് മേറ്റ്സ് എന്ന് പറയുന്നത്? മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം. ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം. അപ്പോൾ 2023 ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് ഒരു കുടിയേറ്റ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു. അതിന് ഓസ്ട്രേലിയ എന്ത് ചെയ്യുന്നു? മേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവരുന്നു. മേറ്റ്സ് എന്താണ്? മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരുന്നു. അതിലൂടെ പ്രതിഭയുള്ള പ്രൊഫഷണലുകളുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഏത് രാജ്യത്തിന് വേണ്ടി മാത്രമാണ്? ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ട് ഓസ്ട്രേലിയ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് മേറ്റ്സ്. അടുത്ത ചോദ്യം, ഏത് ഇന്ത്യൻ ഭരണാധികാരിയുടെ വാളാണ് 2023 മെയ്യിൽ ലണ്ടനിൽ നടന്ന ലേലത്തിൽ 140 കോടി രൂപയ്ക്ക് വിറ്റുപോയത്? ഉത്തരം ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ വാളാണ് ലണ്ടനിൽ 140 കോടി രൂപയ്ക്ക് വിറ്റുപോയത്. അടുത്ത ചോദ്യം, നാറ്റോ സഖ്യകക്ഷികളുടെ പദവി ലഭിക്കുന്ന ഏത് പട്ടികയിലേക്ക് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്താനാണ് US കോൺഗ്രസ് സമിതി ശുപാർശ ചെയ്തത്? നാറ്റോ പ്ലസിലേക്ക്. അപ്പൊ നാറ്റോ പ്ലസിലേക്ക് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്താൻ ആര് ശുപാർശ ചെയ്തു? US കോൺഗ്രസ് സമിതി ശുപാർശ ചെയ്തു. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും 2047 സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കാനായി നീതി ആയോഗ് ആരംഭിച്ച ദൗത്യമാണെന്ത്? സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ എന്താണ്? സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും 2047 സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി സഹായിക്കാനായിട്ട് നീതി ആയോഗ് ആരംഭിച്ച ഒരു ദൗത്യമാണെന്ത്? സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. അടുത്ത ചോദ്യം, ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. നമ്മൾ മുകളിൽ പറഞ്ഞല്ലേ, ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം കേരളത്തിനാണ്, വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ. 2023 ജൂലൈ 1 ബ്രിട്ടനിലെ വിംബിൾഡണിൽ സ്വാമി വിവേകാനന്ദന്റെ ഏത് ശിഷ്യയുടെ പൂർണ്ണകായ വെങ്കല പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിത. അടുത്ത ചോദ്യം, മഹാരാഷ്ട്ര സർക്കാരിന്റെ സ്വച്ഛമുഖ് അഭിയാൻ. അപ്പൊ സ്വച്ഛമുഖ് അഭിയാൻ എന്ന് കേൾക്കുമ്പോൾ ആരുടെ പദ്ധതിയാണ്? മഹാരാഷ്ട്ര സർക്കാരിന്റെയാണ്. സ്വച്ഛമുഖ് അഭിയാൻ പദ്ധതിയുടെ സ്മൈൽ അംബാസിഡർ ആയിട്ട് നിയമിതനായ പ്രമുഖ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. മഹാരാഷ്ട്ര സർക്കാരിന്റെ സ്വച്ഛമുഖ് അഭിയാൻ പദ്ധതിയുടെ സ്മൈൽ അംബാസിഡർ ആയിട്ട് നിയമിതനായ പ്രമുഖ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് നിലനിർത്തണമെന്നാണ് ദേശീയ നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തത്? വകുപ്പ് 124A. എന്താണ് 124A? രാജ്യദ്രോഹ കുറ്റമാണ്. രാജ്യദ്രോഹ കുറ്റമാണ് 124A എന്നുള്ളത്. അപ്പോൾ അത് നിലനിർത്തണമെന്ന് ആര് ശുപാർശ ചെയ്തു? ദേശീയ നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തു. അടുത്ത ചോദ്യം, 2023 അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. 2023 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? യോഗ വസുദൈവ കുടുംബകത്തിന്. യോഗ വസുദൈവ കുടുംബകത്തിന് എന്നാണ് യോഗാ ദിനം, അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. ഒപ്പം തന്നെ ഈ വസുദൈവ കുടുംബകത്തിന് എന്ന പേര് നമ്മൾ കേട്ടാൽ നമുക്ക് ഒരു കാര്യം ഓർമ്മ വന്നല്ലേ, എന്താണ്? നമ്മുടെ G20 ഉച്ചകോടി, നമ്മുടെ ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടി തീം എന്തായിരുന്നു? വസുദൈവ കുടുംബകം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താ പറയാ, 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് വസുദൈവ കുടുംബകം. അപ്പോൾ അത് തന്നെയാണ് എന്ത്? നമ്മുടെ അന്താരാഷ്ട്ര യോഗാ ദിനം 2023 അതിന്റെ പ്രമേയം എന്തായിരുന്നു? യോഗ വസുദൈവ കുടുംബകത്തിന് എന്നുള്ളതായിരുന്നു. അടുത്ത ചോദ്യം, രാഷ്ട്രപിതാവ് ഗാന്ധിജി ഉൾപ്പെടുന്ന ഒരു സംഭവത്തിന്റെ 130ാം വാർഷികം 2023 130ാം വാർഷികം ആഘോഷിച്ചു. എന്താണ്? ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ് ഇത് ആഘോഷിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനില്. എന്തായിരുന്നു കാര്യം? വെള്ളക്കാരനല്ലാത്തതിനാൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട പീറ്റർ മാരിസ്ബർഗ് സംഭവം. അപ്പൊ പീറ്റർ മാരിസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ ദക്ഷിണാഫ്രിക്കയിൽ, അവിടെ എത്തിയപ്പോഴാണ് ഗാന്ധിജിയെ വെള്ളക്കാരനല്ലാത്തതിന്റെ പേരിൽ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത്. അതിന്റെ 130ാം വാർഷികമാണ് 2023 ഡർബനിൽ ആചരിച്ചത്. അടുത്ത ചോദ്യം, ഗുവാഹട്ടി ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയ അജയ് ലാംബ. ആരാണ്? അജയ് ലാംബ. അജയ് ലാംബയുടെ നേതൃത്വത്തിൽ 2023 ജൂൺ 4 കേന്ദ്ര സർക്കാർ നിയോഗിച്ച 3-അംഗ കമ്മീഷനാണ് എന്ത്? 3-അംഗ കമ്മീഷൻ എന്ത് വിഷയമാണ് അന്വേഷിക്കുന്ന ചോദ്യം? എന്ത് വിഷയമാണ്? മണിപ്പൂർ കലാപത്തെക്കുറിച്ച്. അപ്പൊ മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി
നമ്മുടെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ് എന്ത് അജയ് ലാംബ കമ്മീഷൻ. 2-3 കമ്മീഷൻസ് ഉണ്ട് മണിപ്പൂർ കലാപത്തിൽ. അതൊരു കമ്മീഷനാണ് എന്ത് അജയ് ലാംബ കമ്മീഷൻ. ഓർത്തിരിക്കുക. മണിപ്പൂർ കലാപത്തിലേക്ക് നയിച്ച പ്രധാനമായും ഏതൊക്കെ വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധമാണ്? മെയ്തികളും കുക്കി ഗോത്രക്കാരും. ഈ മെയ്തികളും കുക്കി ഗോത്രക്കാരും തമ്മിലുള്ള ഒരു സംഘർഷമാണ് എന്തിലേക്ക് നയിച്ചത്? മണിപ്പൂർ കലാപത്തിലേക്ക് നയിച്ചത്. അത് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ്? അജയ് ലാംബ കമ്മീഷൻ. അജയ് ലാംബ കമ്മീഷൻ. അടുത്ത ചോദ്യം, മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള TN ശേഷൻ 2023 പുറത്തിറങ്ങിയ ആത്മകഥ എന്താണ്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. എന്താണ്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ആരുടെയാണ്? TN ശേഷൻ. നമുക്കറിയാം 10ാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അദ്ദേഹം, അല്ലെ? അതുപോലെ മലയാളിയാണ്. ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഒത്തിരി ചോദ്യങ്ങൾ വന്നിരുന്നില്ല, മിക്ക പരീക്ഷകൾ വന്നിരുന്നില്ല. എത്രാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു? 10ാമത്തെ. മലയാളിയാണ്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. എന്താണ്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ചെന്നൈയിലാണ്. ഇത് PSC ചോദിച്ചു കഴിഞ്ഞു ഓൾറെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ തെലുഗു സാഹിത്യകാരനാണ് പ്രൊഫസർ ബെത്തവോലു രാമബ്രഹ്മം. പ്രൊഫസർ ബെത്തവോലു രാമബ്രഹ്മമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ തെലുങ്ക് സാഹിത്യകാരൻ. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ലയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഏത് ദേശീയ നേതാവിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇതിന് ചോദ്യം എങ്ങനെ വരാം? അതായത് അടുത്തിടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം എന്താണ്? മഹാരാഷ്ട്ര. ഇങ്ങനെയായിരിക്കും പരീക്ഷ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായിട്ട് 2023 ജൂണില് പുനർനിയമിച്ചത് ആരെയാണ്? തുഷാർ മേത്തയാണ്. അതിർത്തി രക്ഷാസേനയുടെ അതായത് BSFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് 2023 ജൂണിൽ ചുമതലയേറ്റ കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് നിതിൻ അഗർവാൾ. എന്താണ് നിതിൻ അഗർവാൾ? BSFന്റെ പുതിയ ഡയറക്ടറാണ്. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? നിതിൻ അഗർവാൾ. അടുത്ത ചോദ്യം, പുല്ലിംഗ വിശേഷണങ്ങൾക്ക് പകരം ലിംഗഭേദമില്ലാതെ എല്ലാവരെയും ഷീ ഹർ എന്നിങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് കേന്ദ്ര മന്ത്രിസഭ പാസാക്കിയ ഏത് ബില്ലിലാണ്? ബില്ലിന്റെ പേര് വ്യക്തിഗത ഡിജിറ്റൽ ഡേറ്റ സംരക്ഷണ ബിൽ എന്നാണ്. ആ ബില്ലിലാണ് എന്ത്? പുല്ലിംഗ വിശേഷണങ്ങൾക്ക് പകരം ലിംഗഭേദമില്ലാതെ എല്ലാവരെയും ഷീ എന്നും ഹർ എന്നും പറഞ്ഞിട്ടുള്ളത്. എന്താണ് ബില്ലിന്റെ പേര്? വ്യക്തിഗത ഡിജിറ്റൽ ഡേറ്റ സംരക്ഷണ ബിൽ. അടുത്ത ചോദ്യം, 2023 ജൂലൈയിൽ ഏത് സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടാണ് അജിത് പവാർ ചുമതലയേറ്റത്? മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടാണ് അജിത് പവാർ ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് നിലവിൽ വന്നത് എവിടെ? രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് നിലവിൽ വന്നത് നോയിഡ. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് രാജ്യത്തെ ആദ്യ വേദിക് പാർക്ക് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള പ്രചരണത്തിനായുള്ള ഏത് ഗാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശബ്ദവും ഉൾപ്പെടുന്നത്? അപ്പോൾ അബണ്ടൻസ് ഇൻ മില്ലറ്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഏത് ഗാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബ്ദം ഉൾപ്പെടുന്നത്? അബണ്ടൻസ് ഇൻ മില്ലറ്റ്സ്, അല്ലെ? ചെറുധാന്യങ്ങളുടെ പ്രധാനത്തെ പറ്റിയുള്ള പ്രചാരണത്തിനായിട്ടുള്ള ഏത് ഗാനത്തിലാണ് മോദിയുടെ ശബ്ദം ഉൾപ്പെടുന്നത്? അബണ്ടൻസ് ഇൻ മില്ലറ്റ്സ്. ആരൊക്കെ ചേർന്നാണ് അബണ്ടൻസ് ഇൻ മില്ലറ്റ്സ് എന്ന ഗാനം പാടിയിട്ടുള്ളത്? ഭാലു ഗൗരവ് ഷാ തുടങ്ങിയവരാണ് അബണ്ടൻസ് ഇൻ മില്ലറ്റ്സ് എന്ന് പറഞ്ഞ ഗാനം പാടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, GST സംബന്ധിച്ച തർക്കപരിഹാരം കാണാനായിട്ട് സംസ്ഥാനങ്ങളിൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത് എത്രാമത്തെ GST കൗൺസിൽ യോഗമാണ്? 50ാമത്തെ. അപ്പൊ 50ാമത്തെ GST കൗൺസിൽ യോഗമാണ് സംസ്ഥാനങ്ങളിൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കാൻ വേണ്ടി ശുപാർശ ചെയ്തത്. അടുത്ത ചോദ്യം, ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ സൈനിക ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ സൈനിക ബഹുമതിയാണ്, അല്ലെ? എന്താ അതിന്റെ പേര്? ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ. ഇത് നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത്? ഭാരത്
ഭാരത് എൻ ക്യാപ്. എന്താണ്? ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം. അതാണ് എൻ ക്യാപ്, ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം. അടുത്ത ചോദ്യം, ഇന്ത്യ IIT ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വിദേശ രാജ്യമാണ് ടാൻസാനിയ. അപ്പൊ ഇന്ത്യ ഒരു IIT ക്യാമ്പസ് ഒരു വിദേശ രാജ്യത്ത് ആരംഭിച്ചു അല്ലെ. ഏത് വിദേശ രാജ്യത്താണ്? ആദ്യമായിട്ടാണ് അല്ലെ. എവിടെയാണ്? ടാൻസാനിയാണ് ഉത്തരം, ടാൻസാനിയ. 2047 രാജ്യത്ത് നിന്ന് അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ നിർമാർജനം ചെയ്യാനായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട കർമ്മ പദ്ധതിയാണ് NSCAEM 2047. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. NSCAEM 2047. എന്താണ് NSCAEM എന്നുള്ളത്? നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ. അതായത് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ അഥവാ NSCAEM 2047 ഏത് രോഗത്തിന് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലെ. ഏതാ രോഗം? സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എവിടെയാണ്? ബീഹാറിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ബീഹാറിലാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ജീവിതകഥയുള്ള 2023 പുറത്തിറങ്ങിയ പുസ്തകമാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ് ടു റൈസിന ഹിൽസ്. ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ് ടു റൈസിന ഹിൽസ്. ആരുടെ ജീവിതകഥ പറയുന്നതാണ്? നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവിന്റെ. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് പുരസ്കാരം നേടിയ 169 വർഷം പഴക്കമുള്ള മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ. ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ. എന്താണ് പ്രത്യേകത? യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് പുരസ്കാരം കിട്ടി അല്ലെ. 169 വർഷം പഴക്കമുണ്ട്. എന്താണ്? ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് അല്ലെ. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്ത് മോഡേൺ മെഡിസിൻ പ്രാക്ടീസിനുള്ള ലൈസൻസ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള നിലവിൽ വന്ന പരീക്ഷയാണ് നെക്സ്റ്റ് പരീക്ഷ. എന്താണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ? നാഷണൽ എക്സിറ്റ് ടെസ്റ്റ്. നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് ആണ്. അതെന്താണ് പ്രത്യേകത? രാജ്യത്ത് മോഡേൺ മെഡിസിൻ പ്രാക്ടീസിനുള്ള ലൈസൻസ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള പരീക്ഷയാണ് നെക്സ്റ്റ് എന്നറിയപ്പെടുന്നത്, നാഷണൽ എക്സിറ്റ് ടെസ്റ്റ്. ഡൽഹിയിൽ ആരംഭിക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിന് നൽകിയിരിക്കുന്ന പേരാണ് യുഗേ ഭാരത് മ്യൂസിയം. ഭാരത് മ്യൂസിയമാണ് എന്താണ് ലോകത്ത് ഏറ്റവും വലിയ മ്യൂസിയം ആകാൻ പോകുന്നത്. എവിടെയാണ് വരാൻ പോകുന്നത്? ഡൽഹിയിലാണ് ആരംഭിക്കാൻ പോകുന്നത്. മ്യൂസിയത്തിന്റെ പേര് യുഗിൻ ഭാരത് മ്യൂസിയം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സമുദ്ര തീരങ്ങളിൽ നടത്തിയ സർവേയിൽ ഏറ്റവും കൂടുതലായി കണ്ടെത്തിയ സമുദ്ര സസ്തനിയാണ് ഡോൾഫിൻ. ഡോൾഫിൻ. ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരാൻ പോകുന്നത് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ്? ഗുജറാത്തിലെ സൂററ്റിലാണ് എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരാൻ പോകുന്നത്. അടുത്ത ചോദ്യം, നാഷണൽ ഹെൽത്ത് മിഷന് നൽകിയ പുതിയ പേര്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഹെൽത്ത് മിഷന്റെ പുതിയ പേരാണ് PMSSM അഥവാ പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ. ഓർത്തിരിക്കുക, പല രീതിയിൽ ഇത് ഓപ്ഷനിൽ കാണാൻ പറ്റും. പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ അല്ലെങ്കിൽ PMSSM. എന്താണ്? പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ. എന്തിന്റെ പുതിയ പേരാണ്? നാഷണൽ ഹെൽത്ത് മിഷന്റെ പുതിയ പേരാണ്. രാജ്യത്തെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് നിലവിൽ വരുന്ന മെഹ്സിന ജില്ല ഏത് സംസ്ഥാനത്താണ്? അതും ഗുജറാത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് നിലവിൽ വരുന്ന മെഹ്സിന ജില്ല എവിടെയാണ്? ഗുജറാത്തിലാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ സമുദ്രതീരങ്ങളിലെ സുരക്ഷ ശക്തിപ്പെടുത്താനായിട്ട് ദേശീയ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ആരംഭിച്ച ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതാണെന്ന് ചോദിക്കും. ഉത്തരം സാഗർ സമ്പർക്ക്. എന്താണ് സാഗർ സമ്പർക്കിന്റെ പ്രത്യേകത? രാജ്യത്തെ സമുദ്രതീരങ്ങളിലെ സുരക്ഷ ശക്തിപ്പെടുത്താനായിട്ട് ദേശീയ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ആരംഭിച്ച ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണെന്ത്? സാഗർ സമ്പർക്ക്. അടുത്ത ചോദ്യം, 2023 ജൂലൈ 30 വിക്ഷേപിച്ച ഏത് ഇന്ത്യൻ ദൗത്യമാണ് DSSAR, അതുപോലെ തന്നെ VELOX AM, DSSAR എന്നിവ ഉൾപ്പെടെ 7 സിംഗപ്പൂർ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്? 7 സിംഗപ്പൂർ
ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചത്? ദൗത്യത്തിന്റെ പേരെന്താണ്? PSLV C-56. PSLV C-56 DSSAR, വെലോക്സ് AM എന്നിവ ഉൾപ്പെടെ 7 സിംഗപ്പൂർ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ദൗത്യത്തിന്റെ പേര് PSLV C-56. അടുത്ത ചോദ്യം, ആമസോണിന്റെ ഇന്ത്യയിലെ ആദ്യ ഒഴുകും സ്റ്റോർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു. ആമസോണിന്റെ ഇന്ത്യയിലെ ആദ്യ ഒഴുകും സ്റ്റോർ, അതായത് ഫ്ലോട്ടിംഗ് സ്റ്റോർ തുറന്നത് എവിടെയാണ്? ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ്. ഒഴുകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തടാകം വേണ്ടേ? അപ്പം ദാൽ തടാകത്തിലാണ് ആമസോണിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകും സ്റ്റോർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സ്റ്റോർ തുറന്നത്. ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ബ്ലോക്ക് തലങ്ങളിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി, വളരെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ബ്ലോക്ക് തലങ്ങളിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റി സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, 2023 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആരംഭിച്ച മേരി മാട്ടി മേരാ ദേശ്, എന്താണ് മേരി മാട്ടി മേരാ ദേശ് ക്യാമ്പയിൻ ആരെ ആദരിക്കാനാണ് സംഘടിപ്പിച്ചത്? ഉത്തരം, രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ വേണ്ടിയാണ് മേരി മാട്ടി മേരാ ദേശ് ക്യാമ്പയിൻ ആരംഭിച്ചത്. G20 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന സിവിൽ 20 സമ്മേളനം നടന്നത് എവിടെ? ജയ്പൂരിലാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന സിവിൽ 20 സമ്മേളനം എവിടെ നടന്നത്? ജയ്പൂരിലാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. G20 ഭാഗമായിട്ട് സിവിൽ 20 സമ്മേളനം നടന്നത് എവിടെയാണ്? ജയ്പൂരിലാണ്. G20 ഭാഗമായിട്ട് ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യ ആദ്യമായി മറ്റൊരു രാജ്യത്തിന് കൈമാറിയ ഉപയോഗത്തിലുള്ള യുദ്ധക്കപ്പലായ INS കിർപ്പാൺ ഉപയോഗത്തിലുള്ള ഒരു യുദ്ധക്കപ്പലാണ് അല്ലെ. അത് വിയറ്റ്നാമിനാണ് കൈമാറിയത്. ഇന്ത്യ ആദ്യമായി മറ്റൊരു രാജ്യത്തിന് കൈമാറിയ ഉപയോഗത്തിലുള്ള യുദ്ധക്കപ്പലായ INS കിർപ്പാൺ ഏത് രാജ്യത്തിനാണ് നൽകിയത്? വിയറ്റ്നാമിനാണ് നൽകിയത്. അടുത്ത നമുക്ക് പൈതൃക പട്ടികയുടെ കാര്യം ശാന്തിനികേതൻ പറഞ്ഞായിരുന്നില്ല, അപ്പൊ അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. കവിയും നൊബേൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ് ടാഗോർ പണികഴിപ്പിച്ച വിശ്വഭാരതി നിലകൊള്ളുന്ന ശാന്തിനികേതന് യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ചു. 2023 സെപ്റ്റംബറിൽ സൗദി അറേബ്യയിൽ നടന്ന ലോക പൈതൃക സമിതി സമ്മേളനത്തിലാണ് പദവി നൽകാൻ തീരുമാനമായത്. പശ്ചിമബംഗാളിലെ ബീർഭൂം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തിനികേതൻ എവിടെയാണ്? പശ്ചിമബംഗാളിലെ ബീർഭൂം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തിനികേതൻ ഇന്ത്യയുടെ 41ാമത്തെ ലോക പൈതൃക ഇടം കൂടിയാണ്. ഒപ്പം തന്നെ കർണാടകയിലെ ബേലൂർ ചെന്നകേശവ ക്ഷേത്രം, ഹാലേബീഡു ഹൊയ്സാലേശ്വര ക്ഷേത്രം, ഒപ്പം തന്നെ സോമനാഥപുര കേശവ ക്ഷേത്രം എന്നിവ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പൊ ഇതോടൊപ്പം തന്നെ കർണാടകയിലെ ബേലൂർ ചെന്നകേശവ ക്ഷേത്രം, അതുപോലെ ഹാലേബീഡു ഹൊയ്സാലേശ്വര ക്ഷേത്രം, സോമനാഥപുര കേശവ ക്ഷേത്രം എന്നിവ കൂടി പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ പാർട്ട് 2 തീർച്ചയായിട്ടും അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.